അക്ഷയ, എത്രയും പെട്ടെന്ന് തന്നെ നിമിഷങ്ങൾക്കകം ഉദ്ഘാടനം ആരംഭിക്കാനിരിക്കുകയാണ്. ശബ്ദം കേട്ട് തുടങ്ങുന്നുണ്ട്. അവിടെ ഉദ്ഘാടന സമ്മേളനം തുടങ്ങാൻ പോവുകയാണ്. മുഖ്യമന്ത്രി പിണറായി വിജയനാണ് ഉദ്ഘാടനം ചെയ്യുന്നത്. അങ്ങനെ 63ാമത് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന് കൊടിയേറി കഴിഞ്ഞിരിക്കുന്നു. ഔദ്യോഗിക ഉദ്ഘാടന ചടങ്ങിലേക്ക് നമ്മൾ കടക്കാൻ പോവുകയാണ്. അവിടെ നിന്നും ഉദ്ഘാടന വേദിക്ക് സമീപം ആരുണ്ട്? സൗമ്യ കൃഷ്ണയുണ്ട്. സൗമ്യയുണ്ട്. അതെ സൗമ്യ, ഉദ്ഘാടനം അല്പസമയത്തിനകം തന്നെ ആരംഭിക്കും. അനൗൺസ്മെന്റ് ഒക്കെ നമുക്ക് കേൾക്കാൻ കഴിയുന്നുണ്ട്. ബാൻഡ് മേളം കേൾക്കാം. അങ്ങനെ ആകെ ശബ്ദമുഖരിതമായ അന്തരീക്ഷമാണ്. എപ്പോഴത്തേക്കാണ് ഉദ്ഘാടനം നടക്കുക? വിശദാംശങ്ങൾ, അവിടെ നിന്നുള്ള ഏറ്റവും പുതിയ വിവരങ്ങൾ എന്തൊക്കെയാണ് സൗമ്യ? അക്ഷയ, നമ്മൾക്ക് പോലും നെഞ്ചിടിപ്പ് തരുന്ന ഒരു നിമിഷമാണ്. കാരണം അരമണിക്കൂർ ഇനിയും കാത്തിരിക്കണം ഈ ഉദ്ഘാടനത്തിനായി, ഈ കലാമാമാങ്കത്തിന്റെ ഒരു തുടക്കത്തിനായി. ഈ നമ്മൾ തിരുവനന്തപുരത്താണ് കലോത്സവം എന്ന് പറയുമ്പോൾ പലരും, പ്രത്യേകിച്ച് വടക്കൻ ജില്ലകളിൽ നിന്നൊക്കെ നമ്മൾ കേൾക്കുന്ന ഒരു സ്ഥിരം പല്ലവിയുണ്ട്. ഒരു പക്ഷേ ഇത് കാണാനൊന്നും ഒരുപാട് വേദിയൊന്നും നിറഞ്ഞിരിക്കില്ല. നോക്കൂ, തിരുവനന്തപുരം നഗരത്തിലെ മുഴുവൻ വിദ്യാർത്ഥികളും ഈ കലാ ആസ്വാദനത്തിനായി, ഈ ഉദ്ഘാടന ചടങ്ങ് കാണാനായി, അതുപോലെ തന്നെ കേരളത്തിന്റെ പല ഭാഗങ്ങളിൽ നിന്നുള്ള വിദ്യാർത്ഥികളും അധ്യാപകരും അവരുടെ രക്ഷിതാക്കളും ഒക്കെ കണ്ണും നട്ട് കാത്തിരിക്കുകയാണ്. ഇനിയും അരമണിക്കൂർ ബാക്കിയുണ്ട്. എന്നിട്ട് പോലും ഈ ഇവിടെ ഇരിക്കാൻ ഇനിയൊരു സ്ഥലം പോലും ബാക്കിയില്ലാത്ത രീതിയിൽ നിറഞ്ഞു കവിയുകയാണ് ഈ പ്രധാന വേദി. ഇവിടെ നമുക്കൊപ്പം തിരുവനന്തപുരത്തെ കുറച്ച് വിദ്യാർത്ഥിനികളുണ്ട്. ഈ പരിപാടി കാണാൻ വന്നതാണോ? എങ്ങനെ എക്സൈറ്റഡ് ആണോ? നിങ്ങളുടെ നഗരത്തിലാണ് ഇത്തവണ കലോത്സവം. എങ്ങനെയുണ്ട് വൈബ്? നല്ല വൈബാണ്. എങ്ങനെ, നിങ്ങൾ ഏത് സ്കൂളിലെ കുട്ടികളാ? ആണോ? ഇത് ഏത് ഐറ്റം കാണാനാ കാത്തിരിക്കുന്നത്? ഏറ്റവും ഇഷ്ടമുള്ള ഐറ്റം ഏതാണ് ഈ കലോത്സവത്തില്? ഡാൻസോ? ഏത് ഡാൻസ് കണ്ടേ? സിനിമ ഡാൻസ് നിങ്ങൾ ഏതെങ്കിലും കലാകാരികളുണ്ടോ? നിങ്ങളുടെ കൂട്ടത്തില് കലാകാരികളുണ്ടോ? ഡാൻസ് കളിക്കോ? ആണോ? കലോത്സവം അതുകൊണ്ടാണോ കലോത്സവത്തിനടുത്ത ഇഷ്ടം? ഓക്കെ. ഇവരെ പോലെ ഒരുപാട് കുട്ടികൾ ഈ പരിപാടി കാണാനായി ഇവിടെ എത്തിയിട്ടുണ്ട്. ഈ ഉദ്ഘാടന ചടങ്ങ് മാത്രമല്ല, ഇനി അങ്ങോട്ട് എല്ലാ ദിവസവും ഈ വേദിയിലും ഈ പരിസരത്തൊക്കെ തന്നെ ഉണ്ടാവും. ഇനി 5 ദിവസം ഇവിടെയാണോ? ഇനി ആഘോഷം തന്നെയാണോ? അറിയില്ല. തിരുവനന്തപുരത്താണോ? തിരുവനന്തപുരത്ത് ഏത് സ്കൂളിലാണ് പഠിക്കുന്നത്? ആണോ? ഈ ഏത് ഐറ്റം കാണാനാ കാത്തിരിക്കുന്നത് നിങ്ങളൊക്കെ? കാണാൻ കാത്തിരിക്കുന്നത് എല്ലാം കണ്ട് ആഘോഷാക്കാണ് തീരുമാനം. തിരുവനന്തപുരത്ത് ഓണം പോരാ എന്നൊക്കെ പലരും പറഞ്ഞു. ഈ സാമൂഹ്യ മാധ്യമങ്ങളിലൊക്കെ ഈ കലോത്സവം തിരുവനന്തപുരത്താണ് ചിലപ്പോ ഓണം പോരായിരിക്കുന്നത്. നിങ്ങൾക്ക് എന്താ പറയാനുള്ളത്? കലോത്സവം വിട്ടുകൊടുക്കാൻ തീരുമാനിച്ചിട്ടില്ല. കപ്പടിക്കോ തിരുവനന്തപുരം? തിരുവനന്തപുരം പണ്ട് ഒരുപാട് തവണ കപ്പ് അടിച്ചിട്ടുള്ളതാണ്. ഇത്തവണ ആർക്കായിരിക്കും കപ്പ്? കാത്തിരിക്കാം എന്നാ പറയുന്നത്. അപ്പൊ ഇവര് പറയുന്നത് കാത്തിരിക്കാം എന്നാണ്. എല്ലാ വേദികൾക്ക് മുന്നിൽ നാളെ മുതൽ ഇവരുടെ പോലെ സംഘങ്ങൾ ഉണ്ടാകും ആസ്വദിക്കാൻ. കല ആസ്വദിക്കുന്നവരുടേത് കൂടിയാണ് കലോത്സവം. ഈ കലാപ്രകടനങ്ങളിൽ മാത്രമല്ല, ഇപ്പൊ നമുക്ക് വേദിയിൽ നിന്ന് ശബ്ദം കേൾക്കാം. അവിടെ നിൽക്കുന്ന കൗമാരക്കാരായ കുട്ടികളാണ്. അവരും ഈ കലോത്സവം ഗംഭീരമാക്കാൻ, അവർ മുതൽ ഈ ഏറ്റവും പുറകിലിരിക്കുന്ന സദസ്സിന്റെ ഏറ്റവും പുറകിലിരിക്കുന്ന കുട്ടി വരെ ഇവരുടെയൊക്കെ ഉത്സവം തന്നെയാണ് കലോത്സവം. അതിന്റെ എല്ലാ ഓണവും തിരുവനന്തപുരത്ത് തുടങ്ങിക്കഴിഞ്ഞു. 25 വേദികളിലായി അവതരിപ്പിക്കപ്പെടുന്ന കേരളത്തിലെ വിദ്യാർത്ഥികളുടെ ഏറ്റവും വലിയ സാംസ്കാരികോത്സവത്തിലേക്ക്, 63ാമത് കേരള സ്കൂൾ കലോത്സവത്തിലേക്ക് ഏവർക്കും സ്വാഗതം. വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്ന പ്രധാന വേദിയിൽ നിന്നും ഇനി അല്പസമയം മാത്രമേ ബാക്കിയുള്ളൂ. സൗമ്യ പറയുന്നൊന്നും കേൾക്കുന്നില്ല. അപ്പുറത്തേക്ക് ശബ്ദം കേൾക്കുന്നു. സൗമ്യ എന്തൊക്കെയോ പറയുന്നുണ്ടാവണമെന്ന് വിചാരിക്കുകയാണ്. കാരണം അത്രയും ശബ്ദങ്ങളൊന്നും വ്യക്തമല്ലാത്ത വിധം ഇവിടെ ആഘോഷങ്ങൾ തകർത്ത് നടക്കുകയാണ്.